നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒരു വീഡിയോ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്നത് ആ ഉസ്താദ് എന്താ പറഞ്ഞത് നോക്കി. ഉസ്താദ് പറഞ്ഞ 100% ശരിയാണ്. ആ ഒരു ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടാൽ അറിയാം. ആ ഉസ്താദ് എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കാം. ആ ഉസ്താദ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഉസ്താദ്മാർ കറക്റ്റാണ്. ഇപ്പം നടക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ കളിച്ച കളിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോയിൽ കാണാം, ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ ഇന്നിങ്ങനെ ഈ പാവത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടു വെച്ചിട്ടോ, ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ടു വെക്കി. മുഹമ്മദ് സലാഹിൻ്റെ ഈജിപ്തിനെതിരെ 2 ഗോൾ പിറകിൽ പോയതിന് ശേഷമാണ് 3 ഗോൾ തിരിച്ചടിച്ച് മെസ്സിയും അർജൻറ്റീനയും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചത്. നിങ്ങൾ മെസ്സിയുടെ കളി കണ്ടോളി, മെസ്സിയുടെ മാജിക്കൽ മൊമെൻറ്റ്സ് കണ്ടോളി. പക്ഷേ അർജൻറ്റീന എന്ന രാജ്യത്തെ അമിതാവേശത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട കായിക സ്നേഹികളോടാണ് പറയാനുള്ളത്. ഇന്നലെ ഗ്രൗണ്ടിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചെങ്കിലും ഗാലറിക്ക് പുറത്തും ഗാലറിക്കകത്തുമായിട്ട് ഒരുപാട് അനിഷ്ട സ്വഭാവങ്ങൾ അർജന്റീനിയൻ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നലെ ഈജിപ്ഷ്യൻ കോച്ച് ഹുസൈൻ ഹസനെതിരെ അർജന്റീനിയൻ ആരാധകരുടെ ഭാഗത്തു നിന്ന് ഗാലറിയിൽ ഒരു പതാക കളിയിലൂടെ നീളം പാറി കളിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുടേതുമല്ല, ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകൊല വിളിച്ചു കൊണ്ടിരിക്കുന്ന, നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന നെറികെട്ട രാജ്യത്തിൻ്റെ പതാകയായിരുന്നു. അതും കളിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നവരോട് 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ഫലസ്തീനിലൊരു ഗോൾ കീപ്പർ, ഫലസ്തീൻ രാജ്യാന്തര ടീമിൻ്റെ ഗോൾ കീപ്പർ കൊല്ലപ്പെടുന്നത്. ഈ കളിയെല്ലാം അവസാനിപ്പിച്ച് അങ്ങ് വിട പറഞ്ഞതല്ല, ഇസ്രായേലിൽ കൊന്നു ഉമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന, അല്ലെങ്കിൽ കളിച്ചും ചിരിച്ചും കളിപ്പാട്ടങ്ങൾ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കേണ്ട ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന നെറികെട്ട രാജ്യത്തിനെ പിന്തുണച്ച 10 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് അർജന്റീന. ഫുട്ബോൾ എന്നുള്ള അതിമനോഹരമായ ആ ഒരു കലയിലെ ഒരു മജീഷ്യൻ തന്നെയാണ് മെസ്സി. ആസ്വദിച്ചോളി. പക്ഷേ അർജന്റീന എന്നുള്ള ആ രാജ്യത്ത് അമിതാവേശത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോകരുത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം കുഞ്ഞനിയനെ, കുഞ്ഞു പെങ്ങളെ ഒരാൾ വന്ന് ഒരു കാരണവുമില്ലാതെ, ഒരു ന്യായവും ഇല്ലാതെ മർദ്ദിച്ച് കൊന്നാൽ നിങ്ങൾ വെറുതെ ഇരിക്കും. അതുപോലെ ഒരുപാട് യത്തീമക്കൾ, ഒരുപാട് അനാഥരായ കുഞ്ഞുമക്കൾ, ഉമ്മയും ഉപ്പയും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്ന ആ ഒരു മുഖങ്ങൾ 2025 നവംബർ മാസത്തിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. അന്ന് എൻ്റെ ഫലസ്തീനിലേക്കുള്ള യാത്രയിൽ ഞാൻ ഒരു സഹായവുമായിട്ടാണ്, ഫലസ്തീനെ മാത്രം സഹായിച്ചു എന്നല്ല പറയുന്നത്, ഫലസ്തീനെ സഹായിച്ചു, സുഡാനെയും സഹായിച്ചു. ഒരു മനുഷ്യൻ, ഹാസ് എ ഹ്യൂമൺ എന്നുള്ളത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് ഞാൻ. അന്ന് ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് ഈജിപ്തിൽ താമസിക്കുന്ന ഒരുപാട് മലയാളികളുടെ പിന്തുണ കിട്ടിയിരുന്നു. അവരെന്നെ ആ നേരത്ത് സഹായിച്ചിട്ടുണ്ട്. ഇന്നലെ കളത്തിന് പുറത്തും ഗ്രൗണ്ടിന് പുറത്തും ഒരുപാട് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അമേരിക്കയുടെ ട്രംപിന്റെ ചുണക്കുട്ടികളായ പോലീസുമാർ ഈജിപ്ഷ്യൻ കളി കാണാൻ വന്ന ആരാധകരുടെ കയ്യിൽ ഫലസ്തീന് പതാക കണ്ടതിന്റെ പേരിൽ മർദ്ദിച്ചു. അതുകൊണ്ട് നിങ്ങൾ കളി കണ്ടോണി, കളിയൊക്കെ ആസ്വദിച്ചോളി. പക്ഷെ ആ രാജ്യത്ത്, അർജന്റീന എന്നുള്ള ആ രാജ്യത്തെ അമിതാവേശത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോകരുത്. ഇൻഷാ അല്ലാഹ്